ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഖസാക്കിയൻ മല്ലുവാണ്. വീണ്ടും ഒരു അധ്യയന വർഷം വരാൻ പോവുകയാണ്. ഇന്ത്യയിലെ മെഡിക്കൽ പഠനത്തിന് ഒരു താങ്ങാനാവാത്ത ഫീസ് മൂലം ഒരുപാട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമൊക്കെ ഇന്ന് വിദേശ മെഡിക്കൽ പഠനത്തിനെ ആശ്രയിച്ചുകൊണ്ട് അവർക്ക് അനുയോജ്യമായ രാജ്യങ്ങൾ, അവർക്ക് അനുയോജ്യമായ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. നമ്മൾക്കറിയാം, ഇന്ന് പല രാജ്യങ്ങളും വിദേശ മെഡിക്കൽ പഠനത്തിനായിട്ടുള്ള പല രാജ്യങ്ങളും പല ഏജൻസികൾ മുഖേന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും അതുപോലെ തന്നെ ട്രാവൽ ബ്ലോഗേഴ്സ്, ഫുഡ് ബ്ലോഗേഴ്സ് പോലുള്ള ആൾക്കാരൊക്കെ പോയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരുന്നതായിട്ട് നമ്മൾ കണ്ടെത്തുന്നതാവാം. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ മികച്ച രീതിയിൽ പല മാർക്കറ്റിംഗ് വീഡിയോകളും മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഇതിനോടകം. സോ നമ്മൾക്കറിയാം, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മികച്ചൊരു യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഒരു രാജ്യമോ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ എല്ലാ ഗൈഡൻസും അതുപോലെ തന്നെ എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഏജൻസികൾ ഇന്ന് നമ്മൾക്കിടയിലുണ്ട് കേരളത്തിൽ തന്നെ. അപ്പം ഇന്ന് കേരളത്തിലുള്ള ഈ ഏജൻസികൾ പല ഈ പറയുന്ന രീതിയിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ വെച്ചിട്ട് ലക്ഷങ്ങൾ ചിലവാക്കിക്കൊണ്ടാണ് അവരുടെ മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ നമുക്കറിയാം, ആ രാജ്യത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്, അവിടുത്തെ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്, അവിടെയുള്ള വിദ്യാർത്ഥികളുടെ റിവ്യൂ വീഡിയോസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള വിദേശ മെഡിക്കൽ പഠനത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, മറുഭാഗത്ത് ഇത്തരം വിദേശ മെഡിക്കൽ പഠനത്തിനായി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒക്കെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള വിമർശനങ്ങളും അത്തരത്തിലുള്ള ഒരുപാട് നിയമത്തിൻ്റെ നൂലാമാലകളും കാട്ടിക്കൊണ്ട് അവരുടെ ആ ഒരു തീരുമാനത്തെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, ഇന്ന് ചില സുഹൃത്തുക്കളുടെ വീഡിയോ ഞാൻ കാണാനിടയായി. അത്തരത്തിലുള്ള വിമർശകരുടെ വീഡിയോകളും ഇത്തരത്തിലുള്ള NMCയുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്ന രീതിയിലുള്ള റൂൾസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പലരും ഇത്തരത്തിലുള്ള ആഗ്രഹം ഉപേക്ഷിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ കൺഫ്യൂഷനായി നിൽക്കുന്ന രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടാൻ വേണ്ടിയാണ് ആ സുഹൃത്തിൻ്റെ വീഡിയോയിൽ നിന്നും ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടവരുണ്ടാകും ഇതിലോടോ. അത് വീഡിയോയിൽ ഒരുപക്ഷെ വളരെ ഭീകരമായ രീതിയിലാണ് ഇത്തരത്തിലുള്ള വിദേശ മെഡിക്കൽ പഠനത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് സൂക്ഷ്മമായി ഞാൻ പരിശോധിച്ചപ്പോൾ ആ വീഡിയോയിൽ നിന്നാണ് സാധിച്ചത് വളരെ ചുരുങ്ങിയ, നമ്മൾ പ്രത്യേകം ജാഗ്രതയോടുകൂടി പഠിച്ചാൽ ഏതൊരു സാധാരണക്കാരനും പഠിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളും കാര്യങ്ങളും മാത്രമാണ് അതിലുള്ളത്. അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോട് അവതരിപ്പിക്കാൻ പോകുന്നത്. നമുക്കറിയാം, വിദേശ മെഡിക്കൽ പഠനം എന്നുള്ളത് ഒരു നിസ്സാര സംഗതിയല്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അത്തരം തിരഞ്ഞെടുപ്പുകളിൽ കൃത്യമായിട്ട് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ വളരെ രസകരമായി പറയട്ടെ, നമ്മുടെ ആ സുഹൃത്ത്, ഇതിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞ സുഹൃത്ത്, അദ്ദേഹത്തിന് ഇവിടുന്ന് പോകുന്ന വിദേശത്ത് മെഡിക്കൽ പഠനത്തിനായി വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് വളരെ വലിയ ആശങ്കയാണ്. മറ്റാർക്കും ഇല്ലാത്തത്ര ആശങ്കയും അദ്ദേഹം പറഞ്ഞ പോലെ മോറൽ റെസ്പോൺസിബിലിറ്റിയും ഒക്കെ നല്ലതാണ്. അത്തരം ആശങ്കകളൊക്കെയുള്ള ആൾക്കാർ, നന്മ മനസ്സുകളുള്ളതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ആ നന്മ മനസ്സിൽ ഈ പറയുന്ന ഭീകരമായി കാണിക്കുന്ന കാര്യങ്ങൾ അത്ര നല്ലതാണെന്ന് എനിക്കൊട്ടും അഭിപ്രായമില്ല. കാരണം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വളരെ നിസ്സാരമായിട്ട് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന, മനസ്സിലാക്കി കൃത്യമായിട്ട് പരിശോധിക്കാൻ പറ്റുന്ന നിയമപ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിനെ ഭീകരമായി കാട്ടിക്കൊണ്ട് ഒരാളുടെ ഒരു ആഗ്രഹത്തെ നിരുത്സാഹപ്പെടുത്തുക എന്നത് അത്ര നല്ല കാര്യമല്ല. സോ എന്തു തന്നെയായാലും അത്തരം അദ്ദേഹം പറഞ്ഞ, ആ സുഹൃത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ്. അതിൽ എൻ്റെതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. തീർച്ചയായും അതിനെയും വിമർശിച്ചുകൊണ്ട് ഇനിയും വീഡിയോകൾ വരാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും, ഇത്തരത്തിലുള്ള ആശങ്കയുള്ള വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം നമ്മൾക്ക് എന്തൊക്കെയാണ് ആ പറഞ്ഞ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ പരിശോധിക്കാം. നമുക്കറിയാം, 2021 നവംബറിലാണ് NMC നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്നുള്ള ബോഡിയുടെ കീഴിൽ അവർ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നുണ്ട്. വിദേശ മെഡിക്കൽ പഠനത്തിന് പോകുമ്പോൾ ഇന്ന റൂൾസ് പാലിക്കണം എന്നുള്ളത്. നമുക്കറിയാം, അത്തരം റൂൾസുകളെ പറ്റി ഒരുപക്ഷെ പല ഏജൻസികളും, ആ സുഹൃത്ത് പറഞ്ഞത്, പല ഏജൻസികളും കൃത്യമായിട്ട് ധാരണ ഉണ്ടാകില്ല. ഒരുപക്ഷെ അതിൻ്റെ ഒരു പകുതി ഭാഗങ്ങൾ മാത്രമേ പല വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പല ഏജൻസികളും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. എന്നാൽ അത് പൂർണ്ണമായും പറഞ്ഞ് മനസ്സിലാക്കി കൃത്യമായ അതിൻ്റെ ഗൈഡൻസ് കൊടുക്കുന്ന ഒരുപാട് ഏജൻസികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത്രത്തോളം വിശ്വസനീയമായിട്ടുള്ള, വിശ്വസ്തയോടുകൂടി നമുക്ക് ചെല്ലാൻ പറ്റുന്ന സർവീസ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസികൾ ഇന്ന് കേരളത്തിലുണ്ട്. എന്നാൽ ചുരുക്കം ചില ഏജൻസികൾ ഇത്തരത്തിലുള്ള മുറിയ അറിവുകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ആ സുഹൃത്ത് പറഞ്ഞവർ ഇൻഫ്ലുവൻസേഴ്സിന്, ഈ പറയുന്ന ട്രാവൽ വ്ളോഗേഴ്സിനും ഒക്കെ ഒരു പരിധിവരെ ഇതിൻ്റെ നിയമവ്യാശങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കുള്ളൂ. പലർക്കും അത് അറിയില്ല എന്ന് പറയുന്നതായിരിക്കും യാഥാർത്ഥ്യം. പല ഇൻഫ്ലുവൻസേഴ്സും സ്വാഭാവികമാണ്, അവർ വായിക്കുന്ന പൈസ, അവർ പ്രൊമോഷന് വേണ്ടിയിട്ട് വായിക്കുന്ന റെമ്യൂണറേഷന് തുല്യമായിട്ടുള്ള പണി അവരെടുക്കുന്നു. അത് അവരുടെ
ജോലിയുടെ ഭാഗമാണ്. അവർ അതിനനുസരിച്ചുള്ള പ്രൊമോഷൻ ചെയ്യാൻ വന്നാൽ പ്രൊമോഷൻ ചെയ്യുക, പോവുക. എന്താണോ ഏജൻസി പറയുന്നത് അത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഏത് രീതിയിലാണോ അത് സ്ക്രിപ്റ്റഡ് ആയിട്ടാണോ അങ്ങനെ കഴിഞ്ഞാൽ അത് അവതരിപ്പിക്കുക, പോവുക എന്നുള്ളത് മാത്രമാണ് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഫ്ലുവൻസ് ആയിക്കോട്ടെ, വ്ളോഗേഴ്സ് ആയിക്കോട്ടെ, അവരുടെയൊക്കെ ഡ്യൂട്ടി എന്നുള്ളത്. സോ അവർ വളരെ മനോഹരമായിട്ട് ചെയ്ത് പോകുന്നുണ്ട്. അത്തരത്തിൽ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം പല ഏജൻസികളും ഇതൊരു ബിസിനസ് എന്നതിനപ്പുറത്ത് ഇതിൻ്റെ നിയമവശം ഒരു കുട്ടിയുടെ ഭാവിയെക്കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് ധാരണയിൽ അത്തരം റിസ്കുകൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന ഒരുപാട് ഏജൻസികളുണ്ട്. അതല്ലാതെ പല നമ്മൾ കാണുന്നത് പോലെ പല വാർത്തകളിൽ ഒരുപാട് സ്കാമിന് പെട്ടുപോകുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇത്തരം നിയമത്തെക്കുറിച്ചൊന്നും അറിയാതെ ഇതൊന്നും ഇതിനെക്കുറിച്ചൊന്നും പരിശോധിക്കാതെ പഠിക്കാതെ വെറും ബിസിനസ് എന്നുള്ള താല്പര്യാർത്ഥം മാത്രം പോയി സ്കാമിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പെട്ട ഏജൻസികളും ഉണ്ട്. എന്ന് തന്നെയാലും ഞാനിവിടെ പറയാൻ പോകുന്നത് NMCയുടെ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ആ സുഹൃത്ത് പറഞ്ഞ അതേ ലെവലിൽ തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ആ സുഹൃത്ത് പറഞ്ഞ് ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങൾ അതെടുത്ത് തന്നെ NMCയുടെ ഈ പറയുന്ന കാര്യങ്ങളും അതിനുശേഷം പഠനത്തിന് ശേഷം നിങ്ങൾ ഇവിടെ ഇന്ത്യയിൽ തിരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞത്. അത്തരം ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണെന്നുള്ള എൻ്റെ അനുഭവത്തിൽ നിന്നും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ NMC 2021 നവംബറിൽ പ്രാബല്യത്തിൽ വരുമ്പോൾ അവരുടെ റൂൾസ് പറയുമ്പോൾ ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് 54 മാസം 54 മാസം, അതായത് 54 മാസം ഉണ്ടായിരിക്കണം ഇവരുടെ കോഴ്സിൻ്റെ കാലാവധി എന്നുള്ളത്. അത്തരത്തിൽ ഇന്ന് വിദേശ മെഡിക്കൽ പഠനത്തിനായി പോകുന്ന പല രാജ്യങ്ങളിലും 4.5 വർഷം, അതായത് 54 മാസം എന്ന് പറയുമ്പോൾ 4.5 വർഷം, 4 വർഷത്തിന് മുകളിൽ ആണ് പല രാജ്യങ്ങളും കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്തരം പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഇന്ന് പല ഏജൻസികളും ചെയ്യുന്നുള്ളൂ. അത് കൃത്യമായിട്ട് ഇന്ന് എല്ലാ രക്ഷിതാക്കളും പാരൻസും വളരെ കൃത്യമായിട്ട് ഒരുപക്ഷെ അറിയാൻ സാധ്യതയുണ്ട്. കാരണം പല മാർക്കറ്റിംഗ് വീഡിയോകളിലും നമ്മൾ കൃത്യമായിട്ട് അത് കണ്ടിട്ടുണ്ട്. ഇന്ന് വിദേശ മെഡിക്കൽ പഠനത്തെ തിരഞ്ഞെടുക്കുന്ന സെൻട്രൽ ഏഷ്യൻ കൺട്രികൾ ഉൾപ്പെടെ ഈ പറയുന്ന 54 മന്ത്സ് എന്നുള്ള റൂൾസ് കൃത്യമായി പാലിക്കുന്നുണ്ട്. അത് രണ്ടാമത്തെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഏത് രാജ്യത്താണോ പഠിക്കുന്നത്, ഏത് യൂണിവേഴ്സിറ്റിയിലാണോ ആ യൂണിവേഴ്സിറ്റിയിൽ പഠനശേഷം 12 മാസം ഇൻറ്റേൺഷിപ്പ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇന്ന് പല യൂണിവേഴ്സിറ്റികളുടെ കീഴിലും 12 മാസം ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് അദ്ദേഹം ഒരു കൺഫ്യൂഷൻ എന്നുള്ള ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ കോഴ്സിൻ്റെ കൂടെയാണ് ഈ 4.5 വർഷത്തെ കോഴ്സിൻ്റെ ഇടയിൽ ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്ന രീതിയിലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്നും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സിലബസും അതുപോലെ തന്നെ അവിടെയുള്ള ട്രാൻസ്ക്രിപ്റ്റ്, പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ ട്രാൻസ്ക്രിപ്റ്റൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടുത്തെ സിലബസ് എന്താണ്, അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടും. ഏതൊക്കെ സബ്ജക്റ്റാണ് എടുക്കുന്നത്, അത്തരത്തിലുള്ള കരിക്കുലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പല യൂണിവേഴ്സിറ്റികളും നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത്തരത്തിലുള്ള കരിക്കുലം നിങ്ങൾക്ക് ഏജൻസി മുഖേന നിങ്ങൾക്ക് ലഭിക്കും. അതല്ലെങ്കിൽ അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെ കണക്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ ട്രാൻസ്ക്രിപ്റ്റിലൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ എത്ര മാസമാണ് കോഴ്സ്, എത്ര മാസമാണ് ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നത്, അത് രണ്ടും വ്യത്യസ്തമായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. കോഴ്സിന് ശേഷമാണോ ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റി പൂർണ്ണമായും ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കാം പഠിപ്പിച്ചിരിക്കേണ്ടത് എന്നുള്ളതാണ്. ഇൻസ്ട്രക്ഷൻ ഇൻ ഇംഗ്ലീഷ് മീഡിയം എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ചില രാജ്യങ്ങൾ, അദ്ദേഹത്തിന് പറഞ്ഞ രീതിയിലാണെങ്കിൽ പോലും ചില രാജ്യങ്ങൾ ഈ പറയുന്ന ഇംഗ്ലീഷ് മീഡിയം എന്നൊന്നും ഇൻസ്ട്രക്ഷൻ കൊടുക്കാത്ത രാജ്യങ്ങളുണ്ട്. എനിക്കൊന്ന് റഷ്യയിലൊക്കെ ബൈലിംഗൽ പ്രോഗ്രാം വരുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. അതായത് കോഴ്സിന് പകുതി ഭാഗം ഇംഗ്ലീഷിലും പകുതി ഭാഗം റഷ്യയിലൊക്കെ ആയിട്ട് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ടാവും. അത്തരം യൂണിവേഴ്സിറ്റികൾ പ്രത്യേകം തിരിച്ചറിഞ്ഞ് അതൊക്കെ ശ്രദ്ധിച്ച് സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ അന്വേഷിച്ചാൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോടൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളോടൊക്കെ അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഇംഗ്ലീഷ് മീഡിയത്തിലാണോ പഠിപ്പിക്കുന്നതെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു ഇന്ന് ഒട്ടുമിക്ക ഏജൻസികളും കൊണ്ടുപോകുന്ന പല യൂണിവേഴ്സിറ്റികളും ഈ പറയുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് മീഡിയം ഇൻസ്ട്രക്ഷൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കംപ്ലൈൻറ്റ് വരേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഇംഗ്ലീഷ് മീഡിയം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഒരുവിധം എല്ലാ യൂണിവേഴ്സിറ്റികളും പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് അവിടെ NMCയുടെ റൂൾസിൽ പറഞ്ഞ ചില സബ്ജക്റ്റുകൾ, ചില ടോപ്പിക്സ് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ആ പറയുന്ന എനിക്ക് കുറച്ച് ഏതാനും ചില ടോപ്പിക്സ് ഉണ്ട്. അത് ഈ മെഡിക്കൽ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള ഫിസിയോളജി, അനാട്ടമി പോലുള്ള പീഡിയാട്രിക്സ്, ഗൈനക് പോലുള്ള ചില ടോപ്പിക്സ് ഉണ്ട്. അത്തരം ടോപ്പിക്സ് പൂർണ്ണമായിട്ടും ആ കരിക്കുലത്തിൽ ഉണ്ടോ എന്നുള്ളത് മാത്രം നിങ്ങളത് പരിശോധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും ഈ കരിക്കുലം നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ അത് നിങ്ങളുടെ ഏജൻറ്റ് മുഖേനയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ മുഖേന നിങ്ങൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ടും ഇതിൽ ഈ പറയുന്ന കോഴ്സുകൾ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടും അതിൽ പറഞ്ഞ മറ്റൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ലൈസൻസ് ടു പ്രാക്ടീസ് എന്നുള്ള കാര്യം.
ഇന്ന് പലരെയും ഭയപ്പെടുത്തുന്ന അതിലെനിക്ക് തോന്നുന്നു ആ ഒരു മുഴുവനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഏറ്റവും ഭീകരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചൊരു കാര്യമാണ് ലൈസൻസ് ടു പ്രാക്ടീസ് എന്നുള്ളത്. സ്വഭാവമായിട്ട് ലൈസൻസ് ടു പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് ചില രാജ്യങ്ങളിൽ ലൈസൻസ് നൽകാൻ വേണ്ടിയിട്ട് എക്സാം നടത്താറുണ്ട്, സ്റ്റേറ്റ് എക്സാം പോലും. ഇപ്പോൾ ഉദാഹരണത്തിന് സെൻട്രൽ ഏഷ്യൻ കൺട്രികൾ എടുക്കുകയാണെങ്കിൽ കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ റഷ്യയിലൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഏറ്റവും അവസാനം പഠനശേഷം ഒരു ലൈസൻസ് എക്സാം ആ രാജ്യം നടത്താറുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ പറഞ്ഞത് റഷ്യനിലാവുമ്പോൾ റഷ്യൻ ലാംഗ്വേജിലാണ് എക്സാം നടക്കുന്നത് എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. കാരണം റഷ്യയിലാകുമ്പോൾ ഈ പറയുന്ന ലൈസൻസ് എക്സാം ഇതുവരെയുള്ള കുട്ടികൾക്ക് FMG എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന രീതിയിൽ NMC റൂൾസ് ബാധകമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ലൈസൻസ് അവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ല, വെറും രജിസ്ട്രേഷൻ മാത്രമായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. എന്നാൽ 2021 നവംബർ മുതൽ ഇങ്ങോട്ട് വരുന്ന NMC റൂൾസ് പാലിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന റഷ്യയിലുള്ള ലൈസൻസിങ് എക്സാം ഒരു പക്ഷേ അത് അവരുടെ കഴിവ് പോലെ ഇരിക്കും അത് പാസ്സാകുന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ റഷ്യൻ ലാംഗ്വേജിലാണ് എക്സാം. എന്നാൽ കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ കൃത്യമായിട്ടും ഇത്തരം ലൈസൻസ് എക്സാം ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ രീതിയിൽ ശ്രദ്ധിക്കുക. മറ്റൊന്നിപ്പോൾ ഈജിപ്ത് പോലുള്ള രാജ്യങ്ങൾ, ഈജിപ്തിനും മൾഡോ പോലുള്ള രാജ്യങ്ങളൊക്കെ ഇതൊന്ന് 7 വർഷത്തോളമാണ്, 7 വർഷം ശേഷമാണ് അത്തരം ലൈസൻസ് എക്സാം ഒക്കെ നടത്തുന്നത്. 7 വർഷ പഠന കാലയളവൊക്കെ വരുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ. മറ്റൊന്ന് ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ ലൈസൻസ് എക്സാം ഇല്ലാത്ത ലൈസൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് ഒഫീഷ്യലി ഈ പറയുന്ന എംബസിയോ ഉത്തരവാദിത്തപ്പെട്ട മിനിസ്ട്രിയോ അതുമായി ബന്ധപ്പെട്ട ബോഡിയോ എന്ത് ചെയ്തിട്ടില്ല, ഈ പറയുന്ന രീതിയിൽ ലൈസൻസ് എക്സാം ഇല്ലാതെ ലൈസൻസ് കൊടുക്കണമെന്നത് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടില്ല. അത്തരത്തിലൊരു ക്ലാരിറ്റിയുടെ കുറവ് ഉസ്ബെക്കിസ്ഥാൻ ഉണ്ട്. എന്നാൽ പോലും നിരവധി വിദ്യാർത്ഥികൾ ഇന്ന് ഈ ഉസ്ബെക്കിസ്ഥാനിനെ ആശ്രയിച്ചുകൊണ്ട് മെഡിക്കൽ പഠനത്തിൽ പോകുന്നുണ്ട്. കാരണം ഏറ്റവും കുറഞ്ഞ പാക്കേജ് എന്നുള്ളത് തന്നെയാണ്. അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ മോശമാണെന്നൊരു ആഗ്രഹം എനിക്കില്ല, നല്ല മികച്ച യൂണിവേഴ്സിറ്റികളുണ്ട്. എന്നാൽ പോലും ഈ പറയുന്ന ഒരു ക്ലാരിറ്റിയുടെ ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് പഠിക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ അത്തരം വിഷയങ്ങളെ എംബസിയുമായി ബന്ധപ്പെട്ടുള്ള ക്ലാരിറ്റി വന്നേക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷയുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ മെഡിക്കൽ പഠനത്തിന് വേണ്ടി ലോൺ എടുക്കുക എന്നുള്ളതാണ്. നേരത്തെ ആ സുഹൃത്തിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞു കേട്ടു, അത്തരത്തിലുള്ള ലോൺ എടുക്കുന്നതിന് ഒട്ടും യോജിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. ആ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഇനി വിദേശ മെഡിക്കൽ പഠനം എന്നല്ല, ഇന്ത്യയിലെ മെഡിക്കൽ പഠനമാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നതിനോട് ഒട്ടും ഞാൻ യോജിക്കാറില്ല, അത് ഞാൻ പ്രോത്സാഹിപ്പിക്കാറുമില്ല. കാരണം ശരിയാണ്, ഇത് വലിയൊരു ബാധ്യതയാണ് വരുത്തി തീർക്കുക. അത് ഇന്ത്യയിലാവട്ടെ വിദേശത്താവട്ടെ, മെഡിക്കൽ പഠനത്തിനായിട്ട് നിങ്ങൾ വിദ്യാഭ്യാസ ലോൺ എടുക്കുകയാണെങ്കിൽ അതൊരുപക്ഷെ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലി ലഭിച്ചിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ആ ലോൺ തിരിച്ചടക്കുന്ന രീതിയിലുള്ള ഒരു ഇൻകം നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നിങ്ങൾ ഭാവിയിൽ നേരിടുമ്പോൾ അത് നിങ്ങളുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ബാധിക്കും. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു ബാധ്യത നിങ്ങളിൽ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ ലോൺ എടുക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പക്ഷേ പലരും നിവൃത്തികേട് കൊണ്ട് ആ ആഗ്രഹത്തിന് പേരിൽ അവരുടെ റിസ്കിൽ അവർ എടുക്കുന്നതിന് നമ്മൾ കൂടുതൽ അവരെ എന്ത് ചെയ്യാറുണ്ട്, നിരുത്സാഹപ്പെടുത്താറുമില്ല. സോ നമ്മൾ യോജിക്കാറില്ല എന്നതോടൊപ്പം തന്നെ അതിന് നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കാറുമില്ല. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ലോൺ എടുക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം അത് വലിയൊരു ബാധ്യതയായി പിന്നീട് വരും എന്നുള്ളത്. അത് ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്ത് പറഞ്ഞാൽ ഇന്ത്യയിലാണെങ്കിലൊക്കെ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് MBBS മാത്രമല്ല കേട്ടോ, ഏത് പാരാമെഡിക്കൽ കോഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡെൻ്റൽ പോലുള്ള ഏത് മെഡിക്കൽ കോഴ്സസിനാണെങ്കിലും അത്തരത്തിൽ ലോൺ എടുക്കുമ്പോൾ തികച്ചും ശ്രദ്ധിച്ചിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. പക്ഷേ MBBS കോഴ്സ് എന്ന് പറയുമ്പം മറ്റുള്ള കോഴ്സുകളേക്കാൾ ചിലവേറിയത് കൊണ്ട് മാത്രമാണ് അത് ബാധ്യത അത്രമാത്രം ആഴത്തിൽ നമ്മളെ ബാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്താ ചെയ്യുക, കൃത്യമായിട്ട് പരിശോധിക്കേണ്ട മാർഗ്ഗങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നുള്ളത്. ഇനി അതിന് പുറമെ ഇതൊക്കെ പരിപൂർണമായിട്ട് പാലിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥി MBBS പഠനത്തിനായി പോകുന്നു. ഓക്കെ, ആ കുട്ടി അവിടെ എത്തിയ ശേഷം പഠനശേഷം തിരികെ ഇന്ത്യയിൽ വന്ന് ഇപ്പോൾ നിലവിൽ FMG എക്സാം ആണ് 2028 മുതൽ NMCയുടെ റൂൾസ് അനുസരിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരുപക്ഷെ നെക്സ്റ്റ് എന്നുള്ള എക്സാം ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ആ നെക്സ്റ്റ് എന്നുള്ള എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ആ രാജ്യത്ത് പഠനശേഷം 1 ഇയർ ഇന്റേൺഷിപ്പ് അവിടെ ചെയ്തു തിരികെ ഇന്ത്യയിൽ വന്ന് എക്സാമിൻ്റെ ഈ പറയുന്ന നെക്സ്റ്റ് എക്സാമിൻ്റെ ഫേസ് 1 ആയാലും അത് എഴുതിയ ശേഷം ഇന്ത്യയിൽ 1 വർഷം ഇന്റേൺഷിപ്പ് ഇന്ത്യയിലും ചെയ്യേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ആ രീതിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ എക്സാം പൂർത്തീകരിക്കുന്നതിന് NMC പറഞ്ഞ റൂൾസിനും എത്തുന്നതാണ് 10 വർഷത്തിനുള്ളിൽ എന്തായിരിക്കണം, ലൈസൻസി എക്സാം പൂർത്തീകരിച്ചിരിക്കണം. ഇന്ത്യയുടെ ലൈസൻസി എക്സാം ആയിട്ടുള്ള FMG അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുന്ന എക്സാം എന്ത് ചെയ്യണം, പൂർത്തീകരിച്ചിരിക്കണം. സ്വാഭാവികമായിട്ടും 6 വർഷം പഠനം കഴിഞ്ഞ ശേഷം ഒരു കുട്ടി ഇന്ത്യയിൽ വന്നു, ആ കുട്ടിക്ക് ഇന്ത്യയിൽ എക്സാം എഴുതി കഴിയുമ്പോഴത്തേക്ക് ലൈസൻസ് ലഭിക്കുമ്പോഴേക്കും 1 വർഷമാണ് ആവുക. സ്വാഭാവികമായിട്ടും 2 ഇൻടേക്ക് വരുന്ന കുട്ടികളുണ്ട്. സ്വാഭാവികം വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ഇവിടുന്നുള്ള രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ സെപ്റ്റംബർ ബാച്ച് അതുപോലെ ജനുവരി ബാച്ച് എന്നൊക്കെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുണ്ടാവാം. അത്തരം വിദ്യാർത്ഥികൾ ഓരോ വർഷവും 2 തവണയായിട്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ FMG എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്.
ആ തരത്തിലായിരിക്കും തീർച്ചയായിട്ടും നെക്സ്റ്റ് പോലുള്ള എക്സാമുകൾ നടക്കുക. സ്വാഭാവികമായിട്ടും അവരും ഗ്രാജുവേഷനായി ഇറങ്ങിയതിന് ശേഷം ഈ പറയുന്ന ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും തൊട്ടടുത്ത ഡേറ്റ് നടക്കുന്ന അവർ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് നടക്കുന്ന നെക്സ്റ്റ് എക്സാം അവർക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ എഴുതിയ ശേഷം ഈ പറഞ്ഞ ഏത് സംസ്ഥാനത്താണോ ആ സംസ്ഥാനത്ത് അവർക്ക് ഇന്റേൺഷിപ്പിനായിട്ട് ഇന്ത്യയിലെ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റൽ അനുവദിച്ച് കിട്ടാൻ ആ ഇന്റേൺഷിപ്പിന് വേണ്ടി അനുവദിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ 6 മാസമൊക്കെ പിടിച്ചേക്കാം. പക്ഷേ ഇന്ന് എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ നമ്മൾ വിളിക്കുന്ന ഈ കസാഖിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ പഠിച്ചിറങ്ങുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇത്തരം കസാഖിസ്ഥാൻ എന്നൊക്കെ ഇപ്പം കഴിഞ്ഞ വർഷം പഠിച്ചിറങ്ങിയ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വെറും ഒരു 1-2 മാസം കൊണ്ട് തന്നെ അവർക്ക് ഇന്റേൺഷിപ്പിനുള്ള ഈ ഹോസ്പിറ്റൽസ് അലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സോ അത് അത്തരത്തിൽ വലിയ വെയിറ്റിംഗ് ഇല്ലാതെ കിട്ടുന്ന സംസ്ഥാനങ്ങൾ അത്തരം സംസ്ഥാനങ്ങളിൽ പോയിട്ട് അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിനൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇതൊരിക്കലും നമ്മൾക്കൊരു പരിഹാരമില്ലാത്തൊരു ഭീകരമായ പ്രശ്നമല്ല. ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ട്. അത് നോക്കിയും അതുപോലെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയുന്ന വ്യക്തികളുമായിട്ടും അതിനെക്കുറിച്ച് അറിയുന്ന സ്ഥാപനങ്ങളുമായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ നിസ്സാരമായൊരു ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയാൽ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന വിഷയം തന്നെയാണ്. അപ്പോൾ ഈ ഇന്റേൺഷിപ്പൊക്കെ കഴിഞ്ഞ് ഈ 10 വർഷത്തിനുള്ള എക്സാം പാസ്സാകുന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും 7 വർഷം കഴിഞ്ഞാൽ പിന്നെ 3 വർഷമാണ് മുന്നിൽ കിടക്കുന്നത്. ഈ 3 വർഷത്തിനുള്ളിൽ ഈ ഒരു എക്സാം പാസ്സാവാൻ പറ്റാതിരിക്കണമെങ്കിൽ അത്രത്തോളം കഴിവ് കുറവുള്ള വിദ്യാർത്ഥികളായിരിക്കണം പഠിച്ചിറങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് FMG എക്സാം നമുക്കറിയാം. ഇന്ത്യയിൽ FMG എക്സാമിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുറഞ്ഞ പാസിംഗ് ശതമാനമാണ് കാണുന്നത്. 20%, 29% ഒക്കെ പാസിംഗ് റേഷ്യോ. ഇത് വേറൊരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊത്തത്തിൽ അതായത് മുഴുവനായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ കാണുകയോ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന പോലെ FMGയുടെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും അതല്ലെങ്കിൽ സൊല്യൂഷൻ നമുക്ക് അയച്ചിടാവുന്നതാണ്. ഇത്തരം റിസൾട്ടിൽ ഓരോ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന കൺട്രി ഏതാണ്, ആ തിരഞ്ഞെടുക്കാൻ പോകുന്ന കൺട്രിയിൽ നിങ്ങൾ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റി ഏതാണ്, ആ യൂണിവേഴ്സിറ്റിയുടെ കഴിഞ്ഞ വർഷം വരെയുള്ള FMGയുടെ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ അറ്റൻഡ് ചെയ്ത് എത്ര വിദ്യാർത്ഥികൾ പാസ്, എത്ര ശതമാനമാണ് അതിൻ്റെ പാസ് പെർസെൻറ്റേജ് ഉള്ളത് എന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റും. അത്തരത്തിൽ പരിശോധിച്ച് നല്ല പാസ് പെർസെൻറ്റേജ് ഉള്ള യൂണിവേഴ്സിറ്റി ആണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ അത്തരം കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കിയാൽ മതിയാവും. അപ്പോൾ ഇത് നമ്മളുടെ മുന്നിൽ എങ്ങനെയാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരികെ വന്ന് ഇവിടെ പെട്ടുപോകുമോ, ഇവിടെ പരീക്ഷ പാസ്സാവാതിരിക്കുമോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടും വിലയിരുത്താനുള്ള സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അത്തരത്തിലുള്ള ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് സ്വീകരിക്കാം. കൃത്യമായിട്ട് FMGയിൽ ഏറ്റവും നല്ല മികച്ച വിജയ ശതമാനം കരസ്ഥമാക്കിയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു സൊല്യൂഷൻ. ഈ പറഞ്ഞതിൻ്റെ സൊല്യൂഷൻ അത് തന്നെയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു രസകരമായ ഒരു അഭിപ്രായത്തെ ഞാൻ അതിൽ കാണേണ്ടത്, അതായത് ഇനി വരും വർഷങ്ങളിലേക്കുള്ള കാര്യമാട്ടോ അദ്ദേഹം അതിൽ സൂചിപ്പിച്ചത്. അതായത് വരുന്ന 4 വർഷത്തിന് ശേഷം നിങ്ങൾ ഉറപ്പായും തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിക്കോളൂ, ഇന്ത്യയിൽ ഇതുപോലെ ഡോക്ടേഴ്സിന് സപ്ലൈ കൂടിയത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ പഠിച്ചിറങ്ങുന്ന അല്ലെങ്കിൽ വിദേശത്തു നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഡോക്ടേഴ്സിന് യാതൊരുവിധ സ്കോപ്പും ഉണ്ടായിരിക്കില്ല. അവർക്ക് യാതൊരുവിധ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. അവരൊക്കെ വെറുതെ നടക്കേണ്ടി വരും എന്നുള്ള ഒരു തരത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പം ഇത്തരത്തിലുള്ള ഇതൊക്കെ വളരെ രസകരമായി തോന്നി. കാരണം അദ്ദേഹം അതിനെ താരതമ്യം ചെയ്യുന്നത് ഇന്ത്യയിൽ ഡെന്റൽ കോഴ്സുകൾ കഴിഞ്ഞ് ഡോക്ടേഴ്സിലെ ഡെന്റൽ ഡോക്ടേഴ്സ് ഈ പറയുന്ന ഒരു ഡോക്ടർ സപ്ലൈ കൂടിയതുകൊണ്ട് തന്നെ ആ കോഴ്സിന് തീരെ വിലയില്ലാതായി. അത്തരം ഡോക്ടേഴ്സിനുള്ള ഇൻകം വളരെ കുറഞ്ഞു, ചെറിയ ശമ്പളത്തിനൊക്കെയാണ് നിൽക്കുന്നത്. അത്തരത്തിൽ വളരെ എന്താ പറയുക ഒരു ഗ്യാരണ്ടീഡ് അല്ലാതെ അത്തരത്തിലൊരു ജോലിക്ക് സാധ്യത ഇല്ലാത്ത രീതിയിൽ ഡെന്റൽ ഡോക്ടേഴ്സ് ഇന്ന് മാറിയിട്ടുണ്ട് ഡെന്റൽ കോഴ്സുകൾ. അതുപോലെയാണ് 4 വർഷം കഴിഞ്ഞ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടോന്നൊക്കെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ MBBS പഠനം ഇത്രയേറെ ഡിമാൻഡ് കൂടാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോഴും ജനസംഖ്യക്ക് അനുപാതികമായിട്ടല്ല ഡോക്ടേഴ്സ് ഉള്ളത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം തന്നെ വളരെയധികം ജനസംഖ്യയായി മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ്. ആ മുന്നിട്ട് നിൽക്കുന്ന രാജ്യത്ത് പോലും അതിന് അനുപാതികമായിട്ടുള്ള ഡോക്ടേഴ്സിന് ഇന്നും എന്തെല്ലായിട്ടില്ല അവിടെ ഇന്ത്യയിലും ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ലഭ്യമാകുന്നിടത്തോളം കാലം അതെന്നാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്ന 4 വർഷത്തിൻ്റെ കണക്കൊക്കെ അതൊരു തമാശ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും അത്തരത്തിൽ അനുപാതികമായിട്ട് ഭാവിയിൽ വരുമ്പോൾ നമുക്ക് അന്നേരം ആലോചിക്കാം. പക്ഷെ എന്തായാലും ഈ പറയുന്ന 4 വർഷം കൊണ്ടൊന്നും ഈ അനുപാതത്തിന് തുല്യമാവാനുള്ള രീതിയിൽ ഡോക്ടേഴ്സൊന്നും ഇന്ന് വിദേശത്തോ അല്ലെങ്കിൽ ഇന്ത്യയിലോ പഠിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ പഠിച്ചു വരുന്നതോ ഇല്ല. തീർച്ചയായിട്ടും അന്ന് വരുന്ന കാലത്ത് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. കാരണം ഇന്ത്യ എന്നുള്ള രാജ്യം മാത്രമല്ല ഒരു ഡോക്ടറായിട്ട് ഒരാൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് എന്ന് പറയുന്നത്. ലോകത്ത് എവിടെയും പോയിട്ട് ഈ പറയുന്ന വികിൽ കൊണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, നിങ്ങളുടെ കരിയർ മെച്ചപ്പെടുത്താൻ സാധിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു MBBS പഠനം തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും ഒരു 6 വർഷം അല്ലെങ്കിൽ 10 വർഷം എന്നുള്ള കണക്ക് കൂട്ടിക്കൊണ്ടാവരുത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അത്തരം തിരഞ്ഞെടുപ്പുകൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും മിനിമം
ഈ പറഞ്ഞ ഡിഗ്രി UG എന്നുള്ള ഡിഗ്രി ഒരു 6 വർഷം 7 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഇന്റേൺഷിപ്പും അതുപോലെ തന്നെ FNG പോലുള്ള എക്സാമുകളൊക്കെ കഴിഞ്ഞ് ലൈസൻസ് കരസ്ഥമാക്കി കഴിഞ്ഞാൽ PG എന്നുള്ള ഒരു കടമ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. ആ PG കൂടി നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ പ്രൊഫഷൻ പൂർണ്ണമാവുക എന്ന് പറയാൻ സാധിക്കുള്ളൂ. അതല്ലാതെ വെറും ഒരു UG ഡിഗ്രി കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നതിനോട്ടും എനിക്ക് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എനിക്ക് പറയാൻ സാധിക്കുക. പക്ഷേ നിങ്ങളുടെ കരിയറിൽ ഏറ്റവും നല്ലൊരു മികച്ചൊരു ഉയർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും PG നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഇന്ന് MBBS തിരഞ്ഞെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും MBBS പഠിച്ചെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെയൊക്കെ സ്വപ്നം എന്ന് പറയുന്നത് ഈ PG കൂടി ഉൾപ്പെടെയാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ തരത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുകൂടി കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രം നിങ്ങളുടെ ലൈഫ് പ്ലാൻ ചെയ്യുക. അത് നിങ്ങളുടെ ലൈഫും കരിയറൊക്കെ ആ രീതിയിൽ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും MBBS പഠിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ കരിയർ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് അത് മുന്നോട്ട് പോകുന്നതുകൊണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മളത് ആശങ്കയില്ല. അത് ആ വിദ്യാർത്ഥികളുടെ ആശങ്ക അവർ തന്നെ ക്ലിയർ ആക്കിപ്പോഴും. അത് നമ്മൾ പറഞ്ഞ് അവരെ ആശങ്കപ്പെടുത്തേണ്ടതോ അല്ലെങ്കിൽ അവരെ പേടിപ്പിക്കേണ്ടതോ ഇല്ല. മറ്റൊരു കാര്യം, ഇതൊരു ഭീകരമായിട്ടുള്ള സംഗതിയല്ല. ഇതിനൊരു ജാഗ്രത മതി എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇത്തരം വീഡിയോകൾ ഇനിയും ഇറങ്ങാൻ സാധ്യതയുണ്ടാവും. ഈ പറയുന്ന സുഹൃത്തുക്കളിൽ ഒരു പക്ഷേ ഇതിന് മറുപടി വീഡിയോ കാണാം, അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും ഇത്തരം വീഡിയോകളും അത്തരത്തിലുള്ള വാർത്തകളും NMCയുടെ പല വാർത്തകളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പല ഇന്ത്യയിൽ MBBS ചെയ്യുന്ന ഇന്ത്യൻ മെഡിക്കൽ പ്രവേശനത്തിന് വേണ്ടിയിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള പലതരത്തിലുള്ള നിരുത്സാഹപ്പെടുത്തുന്ന വീഡിയോകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളും കണ്ടേക്കാം. എന്തുതന്നെയാലും അത് അത്രമാത്രം ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ ജാഗ്രതയോടുകൂടി കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൊല്യൂഷൻ ഉള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എൻ്റെ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും പറയാനുള്ളത്, നിങ്ങൾ MBBS പഠനം എന്നുള്ള ആഗ്രഹം ഒട്ടും നിങ്ങൾ പിന്നോട്ടടിക്കേണ്ടതില്ല. ഇത്തരം വീഡിയോകളോ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കാണുമ്പോൾ ഭയപ്പെടുകയോ അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷനിലായിട്ട് ഈ ഒരു ആഗ്രഹത്തെ നിന്നും പിന്നോട്ടടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ റൂൾസും അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ചിലവാകുന്നു. ഈ പറഞ്ഞ ഏത് രാജ്യമായിക്കോട്ടെ തിരഞ്ഞെടുക്കുമ്പോൾ വരുന്ന കോസ്റ്റിനെ കുറിച്ചും FMGയുടെ പാസ് റേറ്റിങ്ങിനെ കുറിച്ചും അതിൻ്റെ പാസ് പെർസെൻറ്റേജിനെ കുറിച്ചും യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റിയെക്കുറിച്ചും അവിടുത്തെ കരിക്കുലത്തെക്കുറിച്ചും എല്ലാ A to Z കാര്യങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയാൻ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചേക്കാമെന്ന പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപക്ഷെ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ.